ഇന്ന് നമുക്കൊരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ബീട്രൂട്ട് വേണം. അതിങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണിത്. ഇതൊരു വലിയൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 400 ഗ്രാം ഉണ്ടാവും. ഒരു വലിയൊരു ബീട്രൂട്ടാണിത്. പിന്നെ നമുക്ക് വേണ്ടത് സവാള ഉള്ളിയാണ്. ഇത് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. 2 മീഡിയം സവാള എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് ചെറുതായിട്ട് അരിയണം. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എരിവ് അനുസരിച്ചിട്ട് 2 3 എത്രയാണെന്ന് വെച്ചാൽ എടുക്കണം. ഇത് വലിയ എരിവൊന്നുമില്ല, അതുകൊണ്ട് ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും വേണം. ഒരു കപ്പ് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് പുരട്ടിയെടുക്കണം. ഒന്ന് കൈകൊണ്ട് ഞെരടിയിട്ട് എടുക്കാം. ഇത് പിന്നെ കടുക് വറുക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളാണ് വേണ്ടത്. അതിനായിട്ട് 2 ഉണക്കമുളക്, ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സ്പൂണ് അരി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയുണ്ട്, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ചുമക്ക വറക്കണം. ഇത് അരി ചുമന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം നമുക്ക്. ഇത് കോരി മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ പച്ചമുളകും അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റണം. ഇത് ചുമക്കൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കണം. പാകത്തിന് ഉപ്പ് ചേർക്കണം. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അടച്ച് നമുക്ക് വേവിക്കാം. ഇത് ഞാൻ വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഈ ബീറ്റ്റൂട്ട് ചോപ്പറിൽ അരിഞ്ഞത്, അതുകൊണ്ട് ഇത് വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതിൽ വെള്ളമൊന്നും വേറെ പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമില്ല. ആ വെള്ളത്തിൽ അതിൽ നിന്ന് ഉറി വരുന്ന വെള്ളത്തിൽ തന്നെ അത് വെന്തോളും. ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിലും നമ്മളിങ്ങനെ വെള്ളം ചേർക്കാതെ എല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ചിലവരിത് കുറച്ച് വലിയ കഷ്ണമായിട്ട് തോരൻ അരി, അങ്ങനെ അരിവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം, എങ്കിലേ അത് വേവുള്ളൂ. ഇതിനിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ ഇരുന്ന് വെന്തോളും. തീ കുറച്ച് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് അടച്ച് വേവിക്കാം.
ആവി വരുമ്പോൾ ഇത് തുറന്ന് നമുക്ക് ഇതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം. ഈ കാണുന്ന ഭാഗം ഒന്ന് വേകാൻ വേണ്ടിയിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് വീണ്ടും ഇങ്ങനെ കൊത്തി വെച്ചിട്ട് ഒന്നും കൂടെ അടച്ചിട്ട് വേവിക്കണം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ച ശേഷം ഇത് തുറന്ന് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നടുഭാഗം ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കണം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ മൂടി വെക്കണം. ഇത് ഈ അരപ്പൊന്ന് വെന്ത് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം മൂടിയിരിപ്പുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് തുറന്ന് നമുക്ക് ഇളക്കി എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് തുറന്ന് ഇളക്കാം. ഇതാ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ആവി കയറി അരപ്പൊക്കെ വെന്തിട്ടുണ്ടാവും. ഇപ്പം നോക്കാം. ഇതാ ഈ തേങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആവിയിൽ. ഇനി ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഉപ്പ് പോരായെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അരിയും കടുവും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നല്ലോണം ഇളക്കിയെടുക്കണം. ഇത് ലാസ്റ്റിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇത് ഈ തോരൻ കഴിക്കുമ്പോൾ നമുക്ക് വായിൽ ഇങ്ങനെ ഈ അരി ഇങ്ങനെ കടിക്കുന്നതായിട്ട് കിട്ടും. അത് നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ അരി കടിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇത് കടുക് വറുത്ത് അതിലേക്ക് തന്നെ കോരാതെ അതിലേക്ക് തന്നെ സവാളയും പച്ചമുളകും ഇട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ബീട്രൂട്ട് വേവിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ആ നനവ് കൊണ്ട് അരി അങ്ങ് നനഞ്ഞു പോകും. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അതിനാണ് ഞാനിതിങ്ങനെ കോരിയിട്ട് ലാസ്റ്റിലായിട്ടിട്ട് ഇളക്കുന്നത്. ഇങ്ങനെ ഈ അരി അങ്ങനെ കിടന്ന് കടിക്കുമ്പോൾ അതൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ എല്ലാം വെന്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇതാ ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടൊരു തോരനാണിത്. ഇത് രക്തം ഉണ്ടാകാനും ഹീമോഗ്ലോബിൻ കൂടാനും ഒക്കെ ആയിട്ട് വളരെ നല്ലതാണ് ബീട്രൂട്ട്. കുട്ടികൾക്കൊക്കെ ബീട്രൂട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.